നമസ്കാരം. ഇസ്രായേലുമായിട്ടുണ്ടായ യുദ്ധത്തിൽ ഇറാന് ചില വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണും, ഇറാൻ ഈ യുദ്ധം അടിച്ചു നിർത്തിയത് നമ്മുടെ പഴയ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാഹസികനായ ആക്ഷൻ ഹീറോ ആയ ജയൻ്റെ സ്റ്റൈലിലാണ്. നിങ്ങൾ ജയൻ്റെ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം വില്ലന്മാരെയൊക്കെ ഇടിച്ചിട്ടിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് താഴെ കിടക്കുന്ന ഒരുത്തിനിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കും, എന്നിട്ടേ പോവുകയുള്ളൂ. ഇങ്ങനെ ഒരു പരിപാടി മലയാള സിനിമയിൽ ആദ്യം കൊണ്ടുവന്ന ജയനാണ്. അതേ രീതിയിലാണ് ഇറാനും അടിച്ചു നിർത്തിയത്. അതായത് വെടിനിർത്തൽ വരുന്ന സമയത്ത്, വെടിനിർത്തലൊക്കെ ട്രംപ് പറഞ്ഞ സമയത്ത് കയറി ഒരടിയും കൂടെ ഇസ്രായേലിനെ അടിച്ചു. അത് നല്ല തീരുവയുള്ള അടിയായിരുന്നു. ഒരു വലിയ കെട്ടിടമാണ് ഇവിടെ തകർന്നു പോയത്. കുറേയേറെ പേർക്ക് പരിക്ക് പറ്റുകയും കുറേ ആൾക്കാർ മരിക്കുകയുമൊക്കെ ചെയ്തു. അപ്പോൾ ജയനും ഇറാനും തമ്മിൽ ചില സാമ്യമുള്ളതായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ജയൻ എന്ന് പറയുന്ന നടൻ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത് 1979-ലാണ്. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറുന്നതും 1979-ലാണ്. ജയൻ ആദ്യം വില്ലനായിട്ട് വന്നിട്ട് പിന്നീട് നായകനായിട്ട് മാറിയ ഒരു നടനാണ്. ആദ്യം വില്ലനായിരുന്നു, ആൾക്കാർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം നായകനായപ്പോൾ അദ്ദേഹത്തെ പോലെ ജനം ഇഷ്ടപ്പെട്ട മറ്റൊരു നടനുമില്ല. അതേ രീതിയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ഇറാന് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ യുദ്ധം നടക്കുന്നത് വരെ എന്തായിരുന്നു ഇറാനെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചിരുന്നത്, അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇറാനെ കാണുന്നത്. ഇപ്പോൾ ഇറാൻ വില്ലന്റെ സ്ഥാനത്ത് നിന്നും ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. യുദ്ധം നടക്കുന്നത് വരെ ഇസ്രായേലിനെ ഹീറോ ആയിട്ട് പുകഴ്ത്തിയിരുന്ന പലരും ഇപ്പോൾ ഇറാന്റെ ആധിപത്യം അംഗീകരിച്ചു കഴിഞ്ഞു, ഇറാന്റെ കരുത്ത് അംഗീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഇസ്രായേലിന്റെ സ്തുതി പാടിക്കൊണ്ടിരുന്ന മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന വ്യക്തി പോലും ഇപ്പോൾ റിയാലിറ്റി പറയുകയാണ്, ഇറാന്റെ കരുത്ത് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത്, ജയൻ വില്ലൻ പരിവേഷത്തിൽ നിന്നും നായകനായിട്ട് വന്ന് മുഴുവൻ ആൾക്കാരുടെ മനസ്സ് കവർന്നതുപോലെ ഇപ്പോൾ ഇറാൻ അവരുടെ ആ ദുർബല രാജ്യം, വില്ലൻ രാജ്യം എന്ന പരിവേഷത്തിൽ നിന്നും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ രാജ്യമായിട്ട് മാറി ലോകത്തിൻ്റെ മൊത്തം മനസ്സ് കവർന്നിരിക്കുകയാണ്. ഇനി ഇറാൻ ഈ യുദ്ധത്തിലൂടെ നേടിയ ചില വലിയ വലിയ നേട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്, ഇസ്രായേലും അമേരിക്കയും എന്തിനു വേണ്ടിയാണോ ഇറാനെ ആക്രമിക്കാൻ പോയത്, അതേ കാരണത്തിൽ അവർക്കിപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കും എന്നതാണ്. അതായത് ഇറാന്റെ ആണവ പരിപാടി തകർക്കും, അവരെ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്ക അങ്ങോട്ട് കയറിയത്. എന്നിട്ടവർ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാൻ ആക്രമിച്ചു. ഇപ്പോൾ ഇറാന് അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്താരാഷ്ട്ര ആണവ ഏജൻസിയുമായിട്ടുള്ള കരാറിൽ നിന്നും ഇറാൻ പിന്മാറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇറാന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ യുറാനിയം സമ്പുഷ്ടീകരിക്കുകയോ ബോംബുണ്ടാക്കുകയോ എന്ത് വേണോ ചെയ്യാം. എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഇറാന്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ് ആൾറെഡി ഉണ്ട്. ഇനി അങ്ങനെയൊന്നുമില്ല, ഇറാൻ പറയുന്നത് പോലെ അവർ ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളത് നമ്മൾ മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റും. കാരണം ആണവ കരാറിൽ നിന്നും അവർ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തേക്ക് കയറി അവരുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് ഇറാൻ അവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാതിരിക്കുന്നത് എന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റില്ല. അതിലൊക്കെ ഉപരി മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി അവർക്കുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നുണ്ട്, അത് തടയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന്റെ പക്കൽ വളരെ വലിയൊരു ഡിഫൻസ് ഉണ്ട്. അവർ പറയാം, അമേരിക്കയല്ലേ ഞങ്ങളുടെ ആണവ നിലയങ്ങളെ തകർത്തത്, ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഞങ്ങളുടെ ആണവ നിലയങ്ങളെ അവർ തകർത്ത് കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് എങ്ങനെ ബോംബ് ഉണ്ടാക്കാൻ പറ്റും? ഞങ്ങളുടെ ആണവശേഷി തകർന്നു കഴിഞ്ഞു, ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ ഒന്നുമില്ല, യുറാനിയവുമില്ല, ആണവ നിലയങ്ങളുമില്ല, എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അമേരിക്ക പറയണം ഞങ്ങളുടെ നടത്തിയ ആക്രമണം കൊണ്ട് ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ ആണവ നിലയങ്ങൾ അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടെന്നുള്ളത്. ആ ഒരു സത്യം പറയാൻ അമേരിക്ക പറ്റില്ല. കാര്യം ഇപ്പോൾ പറഞ്ഞത് കള്ളമാണെന്ന് ആൾക്കാർക്ക് അല്ലെങ്കിലും അറിയാതെ കള്ളമാണെന്നുള്ളത്, എങ്കിലും അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അവകാശവാദം ഇറാൻ ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഇറാന് അവർക്ക് തോന്നുന്നത് പോലെ യുറാനിയം സമ്പുഷ്ടീകരിക്കാം, അവർക്ക് ഇഷ്ടമുള്ളത്ര ആണവം ഉണ്ടാക്കാം. അതിനി അവരെ തടയാൻ ആർക്കും പറ്റില്ല. അടുത്തതായിട്ട് ഇറാൻ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നത് വരെ ഇറാനെക്കുറിച്ച് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ചിന്തിച്ചിരുന്നത് ഒരു ദുർബല രാജ്യമെന്നാണ്. ഇസ്രായേലിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമെന്നാണ്. ചില ആൾക്കാർ പറയുന്നത് അമേരിക്കക്കാരൊക്കെ കരുത്തുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്നാണ്. എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തല കൊമ്പിട്ടിരിക്കുകയാണ്. കുനിയാൻ പറ്റുന്ന അത്ര കുനിഞ്ഞവരിയ്ക്കുകയാണ്. കാരണം അവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അവരുടെ മനസ്സിലെ ധാരണ എന്തായിരുന്നു, അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് അവർ കണ്ടത്. ഇസ്രായേലിനെ അടിച്ചവരുടെ പരിപ്പിളക്കി എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്, അടിച്ച് പരിപ്പിളക്കി.
അപ്പോൾ ഇറാന്റെ കരുത്ത് ലോകത്തെ മൊത്തം അറിയിച്ച് മധ്യപൂർവ്വ ദേശത്ത് ഇറാനെ വെല്ലുവിളിക്കാൻ ഒരു രാജ്യവുമില്ല എന്നുള്ളത് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇതൊരു ചെറിയ നേട്ടമല്ല. ഇങ്ങനെ ഒരു നേട്ടം അവർക്കുണ്ടായത് ഇസ്രായേൽ അവരെ കയറി അങ്ങോട്ട് ആക്രമിച്ചതുകൊണ്ടാണ്. അതിന് ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന് അവർ നന്ദി പറയണം. കാരണം അവർക്കുണ്ടായിരുന്ന ആ ദുർബല ഇമേജിൽ നിന്നും ഇപ്പോൾ ഇറാൻ എത്തി നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും കരുത്തുറ്റ രാജ്യം എന്ന ഒരു നിലയിലാണ്. കാരണം അവർ ഏറ്റുമുട്ടിയത് സാധാരണക്കാരോടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തിയോടും അവരുടെ തന്നെ ഏറ്റവും വലിയ ഗുണ്ടയോടുമാണ് ഇറാൻ ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടി വിജയം കൈവരിച്ച് നിൽക്കുമ്പോൾ ഇറാന്റെ ഇമേജ് 12 ദിവസം മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു 100 മടങ്ങ് മുകളിലേക്ക് വരികയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഇറാന്റെ ഫാൻസായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൂടാതെ ഇറാൻ ഇതിലൂടെ ഉണ്ടായിരിക്കുന്ന മറ്റൊരു വലിയ നേട്ടമെന്ന് പറയുന്നത് ഇറാൻ ഉണ്ടാക്കിയ മിസൈലുകൾ ഇസ്രായേലിൻ്റെ എല്ലാ എയർ ഡിഫൻസുകളും തകർത്തുകൊണ്ടാണ് ഇസ്രായേലിൽ ചെന്ന് നാശം പതിച്ചത്. ഈ ആയുധങ്ങൾക്ക് വേണ്ടി ഇനി ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കും. ഇറാന്റെ സാങ്കേതികവിദ്യ ഇസ്രായേലിനേക്കാളും മികച്ചതാണ്. മിസൈലുകളിൽ ഇറാന്റെ സാങ്കേതികവിദ്യ ലോകത്തെ ഏത് രാജ്യത്തെക്കാളും മികച്ചതാണെന്നുള്ളത് അവർ ചെയ്ത് കാണിച്ച് തെളിയിച്ചു കൊടുത്തു. ഇപ്പോൾ ഇസ്രായേൽ കൊടുത്ത ഈ അവസരത്തിലൂടെയാണ് അവർക്ക് അവരുടെ ആയുധങ്ങളുടെ ശേഷി ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഇറാനിയൻ ഡ്രോൺസിനും അതുപോലെ തന്നെ ഇറാനിയൻ മിസൈലുകൾക്കുമൊക്കെ നിരവധി ഓർഡറുകളെത്തും. എനിക്ക് തോന്നുന്നു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇനി ആയുധം വിറ്റ് പണമുണ്ടാക്കാൻ പോകുന്ന രാജ്യം ഇറാനായിരിക്കും. എണ്ണയ്ക്കൊപ്പം പ്രകൃതിവാദത്തിനൊപ്പം ആയുധങ്ങളുടെ കച്ചവടം കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് പോലും മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു നേട്ടം അവരെ കാത്തിരിക്കുന്നത് ഇപ്പോഴും ട്രംപ് ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇറാൻ അങ്ങോട്ട് അവരുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. എന്ത് ചർച്ച ചെയ്യാനാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, സാങ്ഷൻസ് മാറ്റുക, ഉപരോധം നീക്കുക. അങ്ങനെ അമേരിക്ക ഇനിയും വീണ്ടും ചർച്ച തുടങ്ങി ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കാൻ അദ്ദേഹം ശ്രമിച്ചാൽ, അങ്ങനെ ഉപരോധം മാറിക്കഴിഞ്ഞാൽ ഇറാന്റെ ഭാവി തന്നെ മാറും. ഇതുവരെ കണ്ട ഇറാനായിരിക്കില്ല. പിന്നെ സാങ്ഷൻ കൂടി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇറാനെ തൊടാൻ ഒരു രാജ്യത്തിന് പറ്റില്ല. മധ്യപൂർവ്വദേശത്തെ കിരീടം വെച്ച രാജാവായിട്ട് തന്നെ ഇറാൻ മാറും. എല്ലാ അറബ് രാജ്യങ്ങളും ഇറാനുമായിട്ട് സൗഹൃദത്തിലാവും. കാരണം തങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയേക്കാൾ കരുത്തുള്ള രാജ്യമാണ് ഇറാനെന്ന് അവരിപ്പോൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അടിക്കും എന്നുള്ളതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇറാന്റെ മേലുള്ള ഉപരോധം അമേരിക്ക നീക്കിക്കഴിഞ്ഞാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നത് ഇറാന് മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തത്തിലായിരിക്കും. കാരണം ഇന്ന് ഇറാനുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാൻ പറ്റാത്ത എല്ലാ രാജ്യങ്ങൾക്കും അവരുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാനും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവരുടെ രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങൾ അയക്കാനും എല്ലാം സാധിക്കും. നമ്മുടെ രാജ്യം പോലും ഇപ്പോൾ ബാസ്മതി അരി അങ്ങോട്ട് കയറ്റി അയക്കുന്നത് പകരം എണ്ണ മേടിച്ചിട്ടാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം സാങ്ഷൻസ് മാറിക്കഴിഞ്ഞാൽ, ഉപരോധം മാറിക്കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ മൊത്തം മാറും. ഇറാന്റെ സാഹചര്യം മെച്ചപ്പെട്ട് അവർ സാമ്പത്തികമായിട്ട് സൈനികമായിട്ടും വളരെയധികം ഉയരുമ്പോൾ മറുഭാഗത്ത് മധ്യപൂർവ്വദേശം തങ്ങളുടെ വരയിൽ നിർത്താമെന്നുള്ള ഇസ്രായേലിന്റെ മോഹം എന്നേക്കുമായിട്ട് അസ്തമിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ യുദ്ധം ഈ ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന് ഈ യുദ്ധം മൂലം നഷ്ടങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വളരെ നിസ്സാരമായിട്ട് മറികടക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് അവർക്ക് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്.